അമൃത, നമ്മുടെ അമൃത പ്രാവിനെ റൂമിൽ സൂക്ഷിച്ചത് ഉമ്മറ് കാണും. മരുന്ന് വെച്ച് കെട്ടിയ ഉടനെ ഇതിനെ പറത്തി വിടണമെന്ന് പറഞ്ഞിരുന്നല്ലേ? അതമ്മേ, മരുന്ന് കിട്ടിയില്ല, അതല്ല ഞാൻ പറത്തി വിടാത്തത്. അമൃതയല്ല ഇങ്ങനെ ചെയ്തത്. അപ്പൊ അമൃത ഇവിടെ വെച്ച് എന്റെ കുറ്റം അർജുനേക്കും. അയ്യോ മതി, നിർത്ത്. ഇത് ഉമ്മറിന്റെ പ്രാങ്കാണ്. ഇതിന്റെ ഇണയുടെ അടുത്തേക്ക് തന്നെ പറന്നു പോയിക്കോട്ടെ. എടേ, ആ പ്രാവ് സിഗ്മയാടാ, സിഗ്മ സിംഗിൾ. ലാസ്റ്റ് അമ്മ പറഞ്ഞിട്ട് അവരാ പ്രാവിനെ അങ്ങോട്ട് പറത്തി വിടും. ചിറക് വെട്ടിയ പ്രാവിനെയാണോടാ എന്റെ പൊന്നർജുൻ മോനെ നീ പറത്തി വിടുന്ന ആകാശത്തേക്ക്? അത് തിന്നെ താഴേക്കുള്ളവനെ. വർഷേച്ചി, അഭിഷേകിന് എത്ര നാൾ ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയും? നമുക്ക് അവരെ ഒന്നിപ്പിക്കണ്ടേ? ഓക്കെ, ഒന്നിപ്പിക്കാം. എന്താ വിശേഷിച്ച്? അതൊക്കെ അമൃതയ്ക്ക് അറിയൂ. അടുത്ത ദിവസം ദേശായി കുടുംബത്തിൽ ഒരു പൂജ നടക്കണം. മേൽശാന്തി ആരും നമ്മുടെ അമൃത. ഇത്രയുള്ള പൂജ, വെറുതെ സാധനങ്ങളൊക്കെ നടത്തി വെക്കുക. ഇങ്ങനെ കറക്ക പൂജ കഴിഞ്ഞത് എന്ത് പൂജ ഇത്? പൂജ എന്നൊക്കെ പറയുമ്പോ 5-6 മന്ത്രമൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ വേണ്ടത്. ആദ്യം ഞാനല്ല, ഈ വീട്ടില് എന്തിനും പ്രോട്ടോകോൾ ഉണ്ടല്ലോ. അത് ശരിയാ. ഇന്നെന്തായാലും ചേച്ചിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. എന്നാ ഞാൻ തൊഴാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാണാവോ വർഷേന ആദ്യം തൊടിയിച്ചത്? ജന്മദിനാശംസകൾ. ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ബർത്ത്ഡേ. അമൃത, നീ എന്റെ ജന്മദിനം ഓർത്തു വെച്ചല്ലോ. ഞാൻ പോലും ഓർത്തിരിക്കാത്ത എന്റെ ബർത്ത്ഡേ നീ ഓർത്തിരുന്നല്ലോ പൊന്നുമോളെ. നമ്മുടെ വീട്ടിൽ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് മാത്രമേ ആഘോഷം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാ ഇപ്പഴത്തെ പറയാൻ? ഈ നല്ല ദിവസത്തിൽ അവളെ അനുഗ്രഹിക്കല്ലേ വേണ്ടത്? ഇല്ല, അത് ശരി. ബാക്കി എല്ലാവരും നമ്മുടെ വർഷേന അനുഗ്രഹിക്കും, ഉമ്മർ മാത്രം അനുഗ്രഹിക്കില്ല. നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ഗംഭീരാക്കിയാലോ? ഞങ്ങൾ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഞാനും അമൃതയും. വർഷയുടെ ബർത്ത്ഡേ ഗംഭീരമാക്കണമെന്ന് അമൃത പ്ലാൻ ചെയ്യണത് ഉമ്രൂന് ഇഷ്ടപ്പെടില്ല. വശീകരണപ്പൊടി. ഇതിന്റെ ഇടയ്ക്ക് മായാവതി വശീകരണ പൊടിയും കൊണ്ട് വർഷേനെ കാണാൻ വേണ്ടി ദേശായി വീട്ടിലേക്ക് വരും. പാലിൽ കലക്കി ഇത് അഭിഷേകിന് കൊടുക്കാൻ പറയണം. എന്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും ഈ പൊടി അർജുനെടുത്ത് കുടിക്കും. അവനെ വിളിച്ചു പറഞ്ഞില്ല, പറഞ്ഞാലും സമയത്ത് എത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ സെലിബ്രേഷൻ തുടങ്ങി. മൃളാദേവി മാത്രം ആ സ്റ്റെപ്പിന്റെ അവിടെ മാറി നിൽക്ക. എന്താ, കേക്ക് മുറിക്കുമ്പോ നല്ല പീസ് നോക്കി വാങ്ങിച്ചെടുത്ത് കഴിക്കണമല്ലോ. അല്ലാണ്ട് എനിക്ക് ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ല. കേക്ക് ഞാൻ വന്നതാ. നമസ്കാരം എവരിബഡി. ഹലോ എവരിബഡി. മോളെ, അമൃത, അമ്മച്ചി. ബർത്ത്ഡേ ഓഫ് ദ റിട്ടൺ. അമൃത, നമ്മളെ ഇംഗ്ലീഷാ. വർഷയ്ക്കുള്ള ഒരു ഗിഫ്റ്റ് വന്നോണ്ടിരിക്കുക. അങ്ങനെ വർഷയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് അമൃതയും അർജുനും കൊടുക്കുന്നത് ആരെയാണ്? അഭിഷേകിന്. സർപ്രൈസ് ഉണ്ട് അഭിഷേക്. തരാട്ടാ. എന്നെ പറ്റിച്ച് വിളിച്ചത് ഇവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരുന്നു. ഞാൻ വന്നോണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. പ്രോമിസ് ഉണ്ട്, മറക്കണ്ട. അഭിഷേക് അഭിനയിക്കുന്നതാണ് ഉമ്രൂന് മനസ്സിലാവും, ബാക്കി ആർക്കും മനസ്സിലാവില്ല. കാരണം അവരൊന്നും ചോറൊന്നും തന്നെയല്ല കഴിക്കുന്നത്. അമ്മയ്ക്ക് മനസ്സിലായി തോന്നുന്നു. തല്ലുറപ്പാ. തല്ല് കിട്ടുന്ന ഉറപ്പായിരുന്നു. ഈ സമയം നമ്മുടെ മായാവതി ആണെങ്കിലോ അഭിഷേകിന് വശീകരണ പൊടി ഇട്ട് കൊടുക്കാനുള്ള ജ്യൂസ് അടിക്കുക. അത് മാങ്ങ ജ്യൂസ്. അല്ല, ഇതെന്തിനാ മാടം വാങ്ങാൻ എത്തുന്നത്? ഈ സിസിലിയുടെ ഒരു മാടൻ വിളി കേട്ട് കേട്ട് എനിക്ക് ചിരി വന്ന് വയ്യ. എനിക്ക് സിസിലിക്ക് വേറെ പണിയുണ്ടെങ്കിൽ ചെയ്തോളൂ. ഓ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് ശരിയാ, പണിയെടുക്കാത്ത സിസിലിയാണ് എന്റെ ഹീറോ. ഈ വശീകരണ പൊടി കൂടി ഇട്ട് അങ്ങ് അടിച്ചേക്കാം. എനിക്കിപ്പോ ഉറപ്പായി ആ ജ്യൂസ് എങ്ങനെ പോയാലും അർജുൻ കുടിക്കും. അഭിഷേക് മോന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എടതി, ഞാൻ പറഞ്ഞില്ലേ ഇത് ജ്യൂസ് അല്ലേ? അതെ. അത് ശരി, അത് കണ്ടറിഞ്ഞോളൂ അത് ജ്യൂസ് ആണെന്ന്. പിന്നെ അത് ജ്യൂസ് ആണോന്ന് ചോദിക്കുന്നതിന് ഇന്ന് രാത്രി പൊളിക്കും. അർജുനാണെങ്കിൽ ഒറ്റ വലിയുടെ ആളാ. നിന്റെ ബർത്ത്ഡേ ആയിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല. ഇതിന്റെ ഇടയ്ക്ക് അഭിഷേക് ആക്ട് ചെയ്ത് നിന്നതാണെന്ന് വർഷ തിരിച്ചറിയും. ഒരു ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. ആണോ? എന്തുറപ്പാ പറ. നമ്മൾ ബന്ധം ഏർപ്പെടുത്തിയാലും അഭിഷേക് വേറെ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ഉറപ്പ്. അഭിഷേക് അത് ശരി, പിന്നെ എന്തിനാണോ സാർ ഡ്രൈവേഴ്സ്? എന്നാലും നമ്മുടെ വർഷ കാല് പിടിച്ച് കരയുമ്പോ നമ്മുടെ അഭിഷേകിന്റെ മനസ്സിളകും. എന്റെ അടുത്തേക്ക് വാ. അടുത്തേക്കോ? എന്തിനാ? അങ്ങനെ ആ വഴക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജ്യൂസ് കുടിച്ചവർ എവിടെയാണോ? തല അറിഞ്ഞ് നിൽപ്പുണ്ട് ഇവിടെ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്കും കുഴപ്പമൊന്നുമില്ല. എന്താ അർജുന നീ ഇങ്ങനെ നോക്കണേ? ഡോക്ടറെ വിളിക്കട്ടെ? ഡോക്ടറെയാ? എന്തിനാ ഈ സമയത്ത് ഡോക്ടറെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേ? നീ ഒരു സുന്ദരിയാ. അയിന് അയ്യോ എന്റെ നട്ടല്ലേ പോയി. ശരിക്കും പിന്നെ 2 ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഒരു ജാറിൽ വെള്ളം ഒഴിക്കുന്ന കാണിച്ചു.
എന്തായിരിക്കും ഈ ഡയറക്ടർ ബ്രില്യൻസ് കൊണ്ട് കവി ഉദ്ദേശിച്ചത്? ക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ. നീ വന്നതൊന്നും ഞാൻ അറിഞ്ഞതില്ല. അമൃത അറിഞ്ഞില്ലേ? വേറെ ഒന്നും ഓർമ്മയില്ല. ഇല്ല. അമൃതയിലേക്ക് ഐശ്വര്യ ഇവ ശരിക്കും ഒന്നാണോ? എന്റെ അടുത്ത് വന്നിരുന്നത് ഒന്നും എനിക്കൊരു ഓർമ്മയില്ല. അയ്യോ ഈശ്വര, ഞാൻ എന്ത് പറയും? അഭിഷേകിന് ക്യാരറ്റ് ജ്യൂസ് ആണ് വേണ്ടതെങ്കിൽ അർജുനുള്ള ജ്യൂസ് ഉണ്ടാക്കി കഴിയുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മർലാദേവിനും മധുവിനെയും തെറ്റിക്കാൻ വേണ്ടി വർഷ കളിക്കും. അഭിഷേകിന് സ്വന്തമായിട്ടൊരു കാർ വേണം. ആ അത് ശരിയാ, കുറെ കാർ ഉണ്ടല്ലോ, ഒരു കാർ അഭിഷേകിന് കൊടുക്ക്. എന്റെ കാർ അവന് വലിയ ഇഷ്ടമാണ്. സെയിം കാർ ഒന്നുകൂടെ വാങ്ങാം. അത് ശരി, അത് കൊള്ളാം. അർജുന്റെ കാറാണല്ലോ അവനിഷ്ടം. ആ കാർ അഭിഷേകിന് കൊടുത്തിട്ട് പുതിയത് നിനക്ക് ഉപയോഗിക്കാം. പിന്നെയും പാർഷ്യാലിറ്റി. ഇവർക്കൊന്നും ബോധമില്ലടാ. നിനക്കിഷ്ടമുള്ള കാറങ്ങ് ബുക്ക് ചെയ്തോ. ശരി വലിച്ച. അർജുൻ ബി ലൈക്ക് അതിപ്പോ ലാഭമില്ല. ബെസ്റ്റ് ആയിട്ട് പുതിയ കാറ് സ്വപ്നം കണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പഴയ കാറ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയല്ല അടി. അഭിഷേക്, നിനക്ക് കാർ ഇഷ്ടായോ? പിന്നെ സൂപ്പർ. ശരി, അർജുന് വാങ്ങിച്ച കാർ എന്തിനാണേ അഭിഷേകിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കണേ? നിനക്കുള്ള കാറിന്റെ കീ തരാം. ദാ. അടിപാളി. ഇന്നു മുതൽ എന്റെ കാർ നിനക്ക് സ്വന്തമാണ്. അഭിഷേക് ബി ലൈക്ക് ഞാനിത്ര സെക്കൻഡ് ഹാൻഡ് യൂസറാ. ഈ പുതിയ കാർ ഞാൻ ഉപയോഗിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബോധമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യൂ? അല്പെങ്കിലും ബോധമുള്ള ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കൊരു സാധനം പുതിയത് കിട്ടുന്നതാണോ പഴയത് കിട്ടുന്നതാണോ ഇഷ്ടം? ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അർജുന്റെ സെലക്ഷൻ അല്ലേ, ഇത് മോശമാകാൻ വഴിയില്ലല്ലോ. ആണാ? അർജുന സെലക്ഷൻ മോശമാവില്ല. സെലക്ഷനിൽ അമ്മയ്ക്കല്ലേ ഒന്നാം റാങ്ക്. അതെങ്ങനെ? അമ്മയുടെ സെലക്ഷനല്ലേ അടുത്തിരിക്കുന്നത്. അമൃത ലൈക്ക് ഞാൻ സൂപ്പർ. നീ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? മനസ്സിലായില്ലേ എന്നെ? ഇല്ല. എടി ഞാൻ മായ. മായ? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച. അയ്യോ, നമ്മളൊന്നും അറിയാതെ നീ അങ്ങ് കെട്ടിയല്ലേ? അവളെ ഓർമ്മ പോലും ഇല്ല മായനെ. എന്നിട്ട് കല്യാണം വിളിച്ചില്ലല്ലോ. എന്നിട്ട് അടി അടിക്കും ഞാൻ. അല്ല, അപ്പൊ നിങ്ങൾ പോവാണോ? അപ്പൊ വർഷം കൊണ്ടുള്ളേ. നമ്മുടെ പുതിയ കാറില് യാത്ര ചെയ്യാൻ എന്താ സുഖം. മധുബി ലൈക്ക് എന്നിട്ട് എന്നെ കയറ്റിയില്ലല്ലോ. എന്നോട് കൊണ്ട് അഭിപ്രായം ചോദിക്കുന്നു. ഒരു ഫ്ലൈറ്റിലെ ഫീൽ ഉണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ദുബായിക്ക് കയറിപ്പോ. നിങ്ങളൊക്കെ ആകാശത്തോടി സഞ്ചരിക്കുന്നവരാണല്ലോ. എനിക്ക് ഭൂമിയിലെ കാര്യങ്ങളെ അറിയൂ. ഉമ്രുബി ലൈക്ക് മധു എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു ഗുണമുണ്ടായി. ദേശായി കുടുംബത്തിലേക്ക് വന്ന പുതിയ കാറ്. വർഷം നടന്നു വന്നിട്ട് സൈക്കിളിൽ പോണ ചേട്ടൻ ഈ പെങ്കൊച്ചെന്താ തന്നെ സംസാരിച്ചോണ്ടോണേ? പുതിയ കാർ വന്ന ദിവസമല്ലേ, നമുക്ക് അല്പം മധുരം വിളമ്പട്ടെ. നല്ലൊരു പായസം വെക്കട്ടെ എന്ന് കരുതി. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മറ് മധുമതിയുടെ അടുത്ത് നിന്നിട്ട് ഇന്ന് കാറ് വാങ്ങിച്ച ദിവസം നമുക്ക് ഇത്തിരി പായസം ഒക്കെ കുടിച്ച് സന്തോഷിച്ചാലോ? ആരുണ്ടാക്കാ? വർഷനെ അമൃതേനെ കാണാനില്ല. മധുമതിയല്ലേ പായസം ഉണ്ടാക്കാൻ എക്സ്പേർട്ട്. മധു ഉണ്ടാക്കോ? മധുരം വിളമ്പണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മധു എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. ഉമ്മറ് എന്നാ പായസം ഞാൻ ഉണ്ടാക്കിക്കോളാം. വർഷം എവിടെ? ഞാനിവിടെ എവിടെയൊക്കെ നോക്കി, ഇവിടെയൊന്നും ഇല്ലല്ലോ. പായസം ഉണ്ടാക്കുന്നുണ്ട്, പായസം ഉണ്ടാക്കാണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ത് കഥ? ഭാഷ, ഇത് 2 പത്രം ഉണ്ടല്ലോ. 2 കോപ്പി ഇടാൻ പറഞ്ഞു. ആര് വർഷ? എന്തോ ഈ പത്രം വാങ്ങി അഭിഷേകിന് കൊണ്ട് കൊടുക്കാൻ. വിന്നിപ്പ് തുടങ്ങി. ഓർഡർ പ്ലീസ്. എനിക്ക് വാനില ഐസ്ക്രീം മതി. അന്ന് വൈകുന്നേരം അഭിഷേകും മധുവും വർഷയും കൂടി പുറത്ത് കറങ്ങാൻ പോകും. അമ്മയ്ക്കോ? എനിക്കും അത് മതി. ഐസ്ക്രീം ആണോ ഇത്ര വലിയ ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കുന്നേ? ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. അത് ശരിയാ. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ട, ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. വേണ്ട, ഞങ്ങള് ആഹാരത്തിന് ഉണ്ടാവില്ല എന്നൊന്ന് പറഞ്ഞേക്ക്. ഇത് നേരെ സിസിലിനെ വിളിച്ചു പറയും, സിസിലി ഉമ്രുവിനെ വിളിച്ചു പറയും. ഒരു പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടേ മടങ്ങുമെന്ന് പറഞ്ഞു. ശരി, ഉമ്രുവിന് അത് ഫീലായി. എന്നോട് പറയാതെ പുറത്തു പോയി ആഹാരം കഴിക്കുന്നു. അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഒരുമിച്ച് പോകായിരുന്നല്ലോ. മധു എന്നോട് പറയാണ്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി എന്നെ കൊണ്ടുപോയില്ല. എനിക്ക് ഇവിടെ തുടക്കം കഞ്ഞി, അവരവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഒക്കെ കഴിക്കായിരിക്കും. ഒരു വാക്ക് എന്നോട് ഞാനും പോയില്ലേ.